പെരുന്നാൾ ദിവസങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെരുന്നാൾ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിച്ചു. അന്ന് ഏറും തവാഫ് നിർവഹിക്കുന്നുണ്ടെങ്കിൽ തവാഫും മുടി നീക്കലും എല്ലാം കഴിഞ്ഞാൽ അവർ പിന്നെ നേരെ മിനയിൽ തന്നെ വരണം. മിനയിൽ അന്നും തുടർന്നുള്ള അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസങ്ങളും രാപ്പാർക്കൽ ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. രാപ്പാർക്കൽ നഷ്ടപ്പെട്ടു പോയാൽ അവർ അതിന് പ്രാശ്ചിത്യം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി മിനയിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ മിനയിൽ അന്ന് രാപ്പാർക്കുന്നു. രണ്ടാമത്തെ ദിവസം അയ്യാമുത്ത് ശരീഖിൻ്റെ യൗമുർ റഖ എന്ന് പറയുന്ന ദിവസമാണ്. അപ്പോൾ ആ അയ്യാമുത്ത് ശരീഖിൻ്റെ ഒന്നാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞതു മുതൽ സവാരിൻ്റെ ശേഷം അവൻ ഏറ് നടത്തണം. ഏറ് എന്ന് പറയുമ്പോൾ അന്ന് എറിയേണ്ടത് ജംറത്തുൽ ഊലയെ 7 ഏറെറിയണം, പിന്നെ ജംറത്തുൽ ഉസ്തയെ എറിയണം, പിന്നെ ജംറത്തുൽ അഖബയെ എറിയണം. എല്ലാം 7 വീതം ഏറുകൾ എറിയേണ്ടതാണ്. അങ്ങനെ അന്ന് വീണ്ടും അവർ തിരിച്ചു വന്ന് അവരുടെ ടെൻറ്റുകളിലെത്തുകയും അന്നും അവിടെ രാപ്പാർക്കേണ്ടതാണ്. രാത്രിയിൽ അല്പനേരം അവിടെ മിനയിൽ താമസിക്കുക. ഇതാണ് രാപ്പാർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അന്ന് രാപ്പാർത്ത് അടുത്ത അയ്യാമുത്ത് ശരീഖിൻ്റെ രണ്ടാമത്തെ ദിവസം അന്ന് യൗമു നഫരിൽ അവൽ എന്ന് പറയും. ആ രണ്ടാമത്തെ ദിവസവും ഇപ്രകാരം തന്നെ ഉച്ചയ്ക്ക് ശേഷം അവർ ജംറയെ എറിയണം. ജംറത്തുൽ ഊലയെ ആദ്യവും പിന്നെ ജംറത്തുൽ ഉസ്തയെയും ജംറത്തുൽ അഖബയെയും 7 വീതം കല്ലുകളെ കൊണ്ട് എറിയണം. അന്ന് ഈ ഏറ് കഴിഞ്ഞ് മഗ്‌രിബിന്റെ മുമ്പ് അവർ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ജിദ്ദയിലും മറ്റൊക്കെ ജോലിയുള്ള ആളുകൾ ജിദ്ദയിലേക്ക് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നാട്ടിലേക്ക് അവരെ താമസ സ്ഥലത്തേക്ക് അവർ പിന്നെ നഫർ ചെയ്യാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അന്ന് തന്നെ മഗ്‌രിബിന്റെ മുമ്പ് സ്ഥലം വിടണം. എന്നാൽ പിന്നെ അടുത്ത ദിവസം അവിടെ രാപ്പാർക്കലോ ഏറോ അവർക്ക് ഉണ്ടാവുകയില്ല. അതിന് നഫർ അവൽ എന്ന് പറയും. അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമു നഫറിൽ അവൽ എന്ന് പറയുന്നത്. അങ്ങനെ മഗ്‌രിബിന്റെ മുമ്പ് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കാത്ത, യാത്ര പോകാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും അന്ന് രാത്രിയും അവിടെ രാപ്പാർക്കണം. എന്നിട്ട് അയ്യാമുത്ത് ശരീഖിന്റെ മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ളുഹറിന്റെ ശേഷം ഇപ്രകാരം തന്നെ 3 ജംറുകളെയും അവർ എറിയുകയും ഏറ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ മിന വിടുകയും ചെയ്യണം. പിന്നെ അവർ റൂമിലേക്ക്, അസീസിയയിലാണ് റൂമെങ്കിൽ അങ്ങോട്ട്, മക്കയിലാണ് റൂമെങ്കിൽ അങ്ങോട്ട്, എവിടേക്കാണ് റൂമെങ്കിൽ ആ റൂമിലേക്ക് അവർ പോകണം. ഇതോടുകൂടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ അവർ പൂർത്തിയാവുകയാണ്. എന്നാൽ ഇഫാദത്തിന്റെ തവാഫ് പെരുന്നാളിന്റെ ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ ആ തവാഫ് പിന്നീട് ഈ ഏറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്ക് ചെയ്യാവുന്നതാണ്. സൈ ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യാം. നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയമില്ല, എന്നാൽ അത് പിന്നീട് ചെയ്യാവുന്നതാണ്. എന്നാൽ അതോടുകൂടെ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാവും.